ചേട്ടാ നമസ്കാരം. ദീപു. നിയമമണ്ഡലത്തിൽ വോട്ടറാണ്. അതെ അതെ ചേട്ടാ, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടല്ലോ, CPM SDP ബന്ധം. അത് നിയമത്തെ ഏത് തരത്തിൽ ഇലക്ഷനെ ബാധിക്കാനാണ് സാധ്യത? നിയമത്തിൽ ഇലക്ഷനെ ബാധിക്കാനെന്ന് പറയുന്നത് അവർക്ക് ന്യൂനപക്ഷ വോട്ട് അവർക്ക് ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ SDP ആയിട്ട് ബന്ധം വയ്ക്കുന്നത്. ആ സമയത്ത് അവരവിടെ മറന്നു പോകുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളുടെയും മറ്റു ആൾക്കാരെയും അവർ മറന്നു പോകുന്നുണ്ട്. അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ അവർ തോൽവി ഭയന്നുകൊണ്ട് അതായത് ഇടതുപക്ഷം ഇവിടെ തോൽവി ഭയന്നുകൊണ്ട് വേറെ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മറ്റുള്ള മതസംഘടനകളെ കൂട്ടുപിടിക്കുന്നു. അതും തീവ്ര മതസംഘടനകളാണ് കൂട്ടുപിടിക്കുന്നത്. ഭൂരിപക്ഷ സമൂഹം ഏത് രീതിയിലായിരിക്കും എടുക്കുക? ഭൂരിപക്ഷ സമൂഹം ഏത് രീതിയിൽ എടുക്കുന്ന നമുക്ക് മെയ് 4 വരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് ഇവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം ഇനി എത്ര മാത്രം നോക്കിയാൽ മതി. വിജയം എന്നുള്ള കാര്യം നോക്കുന്നില്ല, ഇനി എത്രയാണ് ഭൂരിപക്ഷം എന്ന് മാത്രം നോക്കിയാൽ മതി. പ്രതീക്ഷയാണോ അവിടെ? അതിൽ കൂടുതൽ പ്രതീക്ഷയാണ്. ഈ CPM പോലെയുള്ള സംഘടനകൾ ഈ SDP പോലെയുള്ള ഇതുപോലെയുള്ള തീവ്രമായിട്ടുള്ള ഇസ്ലാമിക സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഏത് തരത്തിലുള്ള മെസ്സേജ് ആണ് CPM കൊടുക്കുന്നത്? അതാണ് പറയുന്നത്. അവര് പുറമേ പറയും എന്ന് വെച്ചാൽ അവര് മതനിരപേക്ഷയാണ്, അവര് കാത്തു സൂക്ഷിക്കുന്നത് പറഞ്ഞിട്ട് അവർ രഹസ്യപരമായിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മത തീവ്രവാദികളെ വോട്ടാണ് അവർ ചോദിക്കുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. അവര് അത്രയ്ക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ അവർ ഓപ്പണായിട്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥി പറയണമായിരുന്നു. അവർക്ക് മത തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട, സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയണമായിരുന്നു. പക്ഷെ അതവർക്ക് ഒരു നേതാവെന്ന് അവർക്ക് വോട്ട് വേണമെന്ന് പറയും, വേറൊരു മുഖ്യമന്ത്രി ഇവിടെ വന്ന് പറയും അവർക്ക് വോട്ട് വേണ്ടെന്ന് പറയും. പക്ഷെ CPMന്റെ ദേശീയ സെക്രട്ടറി എന്ന് പറയുന്നത് അവർക്ക് എല്ലാവരും വോട്ട് വേണമെന്ന്. ഈ ഇവിടുത്തെ നിലവിലെ MLA അല്ലെങ്കിൽ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയുടെ ഒരു പ്രവർത്തന കാര്യങ്ങളിൽ എന്താണ് ചേട്ടന്റെ അഭിപ്രായം? ഇപ്പം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് പുള്ളി സ്ഥാനാർത്ഥി ആയതിനു ശേഷം അവസാനത്ത് ഇപ്പൊ 1 മാസം കൊണ്ട് ഭയങ്കര ആക്റ്റീവാണ് ഇവിടെ എല്ലായിടത്തും. എന്നുവെച്ചാൽ പുള്ളിയെ കാണുന്നുണ്ട്. അതിനു മുന്നേ ഇല്ലായിരുന്നു. നിയമത്തിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടോ? നിയമത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല ഇതുവരെ ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല. പുള്ളി ആവശ്യപ്പെടുന്ന ഒരു വികസനം ഇവിടെ നിയമത്ത് വന്നിട്ടില്ല. ശബരിനാഥിന്റെ അവസ്ഥ എന്താണ്? അത് ആൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഒരു ഡമ്മി സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന്റെ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയാണ്. ശബരിനാഥ് ഇവിടെ ജയിക്കണമെന്ന് കോൺഗ്രസിന് തന്നെ അറിയാം. താമര വിരിയുന്നതാണ് നിയമത്തിൽ ഇത്തവണ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഇനി നോക്കുന്നത് ഭൂരിപക്ഷം എത്രയാണെന്നാണ് നോക്കേണ്ടത്. അമ്മ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ആശ SP. ഈ നേമം നിയോജക മണ്ഡലത്തിൽ വോട്ടർ? നേമം നിയോജക മണ്ഡലത്തിലാണ് വോട്ടറാണ്. അമ്മ ഇപ്പോ ഈ നേമം മണ്ഡലത്തിൽ BJPയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ശിവൻകുട്ടി അല്ലെങ്കിൽ CPM ഒന്നിച്ച് SDP-യുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയുണ്ട്. വോട്ട് പരസ്യമായിട്ട് SDP-യുടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അമ്മയുടെ ഒരു പ്രതികരണത? ഇല്ല, ആര് കൂട്ടുചേർന്നാലും നേമത്ത് രാജീവ് ചന്ദ്രശേഖർജി തന്നെ വിജയിക്കും. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ഇവിടുത്തെ ഈ ഒരു SDP CPM ബന്ധം ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? രാജീവ് മാത്രമേ വിജയിക്കുകയുള്ളൂ. ആരോടെ ബന്ധപ്പെട്ടാലും ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർജി മാത്രമേ വിജയിക്കുകയുള്ളൂ. ശിവൻകുട്ടി എന്ന് പറയുന്ന MLA അല്ലെങ്കിൽ മന്ത്രിയോട്, വിദ്യാഭ്യാസ മന്ത്രിയോടുള്ള ആളുടെ പ്രവർത്തനങ്ങളുള്ള അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിനോടുള്ള എന്ന് പറഞ്ഞാൽ എന്തായാലും അദ്ദേഹത്തിന്റെ പ്രയത്നം എല്ലാവരും കണ്ടതാണ്, പ്രവർത്തനം എല്ലാവരും കണ്ടതാണ്. പക്ഷെ നമുക്കൊരു പുതിയ വികസിത കേരളം വേണം, വികസിത നിയമം വേണം, വികസിത കേരളം വേണം. മോദിജിയുടെ കൈകൾക്ക് ശക്തിയാക്കാൻ എന്തായാലും നമുക്ക് നേമത്ത് ചന്ദ്രശേഖർജി തന്നെ രാജീവ് ജയിക്കണം. പ്രതീക്ഷയുണ്ട് 100%. എല്ലാ പ്രാവശ്യം പറയുന്ന അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാവും? ഇല്ല, ഉറപ്പാണ്. ജനങ്ങളെല്ലാം ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ആരും ഒരു രാഷ്ട്രീയത്തിൻ്റെയും ഇപ്പം കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ജനങ്ങൾക്കറിയാം ഇവിടെ എന്ത് മാറ്റം വരണം എന്ന് തോന്നി. അതനുസരിച്ച് മാറ്റം വരും. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. വേറെ ഒരു കക്ഷികളെയൊന്നും നമ്മളിപ്പോൾ കുറ്റപ്പെടുത്താനോ ഒന്നും നമ്മൾ നോക്കണ്ട. ഉറപ്പ് മോദിജിയെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? ആവേശം ജനങ്ങളുടെ ഉറപ്പ് ശിവൻകുട്ടിയൊക്കെ മലത്തി അടിക്കോ? ശിവൻകുട്ടിക്ക് എന്തായാലും അറിയാം. കാര്യങ്ങൾ എങ്ങനെയുണ്ട്? നമ്മളെ മോദിജി എന്നെ പിടിക്കും. എങ്ങനെയുണ്ട്? ആവേശം എങ്ങനെയുണ്ട്? സൂപ്പർ. കണ്ടിട്ടുണ്ട്. സൂപ്പർ. BJPക്ക് സാധ്യത ഉണ്ടോ ചേച്ചി? കാരണം എന്താ അങ്ങനെ പറയാൻ? നമ്മള് BJP ആഗ്രഹിക്കുന്നു. BJP വരണം. ഇത്രയും കാലം അവരൊക്കെ ഭരിച്ചില്ലേ, ഇനി BJP വരണം വരട്ടെ. നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരെന്തായിരുന്നു? എന്റെ പേര് മാങ്കുന്തൽ പ്രകാശ്. ചേട്ടാ, ഇപ്പോ ഈ കേരളത്തിൽ SDP CPM ബന്ധം അത് കൃത്യമായിട്ട്
പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പൊ നേമം നിയോജക മണ്ഡലത്തിലടക്കം ഇവിടുത്തെ LDF-ന്റെ സ്ഥാനാർത്ഥി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് SDPയുടെ വോട്ട് വാങ്ങിക്കും വേണമെന്ന് തന്നെയാണ്. എന്താണ് പ്രതികരണം? എന്താണ്? അല്ല, അത് ഈ ശിവൻകുട്ടി ഇപ്പോഴല്ല ഈ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. വർഷങ്ങൾ കൊണ്ട് രണ്ട് മുന്നണികളും കാലാകാലങ്ങളിൽ ഈ വർഗീയവാദികളുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ടുള്ള ചരിത്രം മാത്രമേ ഉള്ളൂ. അതിപ്പോ ഇപ്രാവശ്യം കുറച്ചും കൂടി സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി സ്പഷ്ടമായി എന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കും അല്പം തോന്നാറില്ല. ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് മുന്നണികളും ഈ തീവ്രവാദി പ്രസ്ഥാനങ്ങളുമായിട്ട് കൂട്ടുചേരുക എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് ചെയ്തു തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇത് ഭൂരിപക്ഷ ജനത ഇത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത് കാരണം കേരളം എന്ന് പറയുന്ന എഡ്യൂക്കേറ്റഡ് ഒരു സംസ്ഥാനമല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. അവർ സൈലന്റ് ആയിട്ട് ഇതിനകത്ത് പ്രതികരിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഈ ക്രിസ്ത്യൻ സമൂഹം ഇത് കണ്ടിട്ട് എങ്ങനെയായിരിക്കും അവരുടെ ഒരു നിലപാട്? അത് ഒരു ഏകീകരണം അതിനകത്ത് വരണം. അവർക്കും കാര്യങ്ങൾ ബോധ്യമാണല്ലോ എപ്പോഴും. എന്തായാലും ഈ പറഞ്ഞ പോലെ അവർക്ക് എല്ലാവർക്കും കാര്യങ്ങൾ നല്ല രീതിയിൽ ബോധ്യമുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊന്നും അതിനകത്ത് വേറൊരു തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ഒരു ഏകീകരണം, മുസ്ലിം ടീമിന്റെ ഒരു ഏകീകരണം വന്നതോടുകൂടി ഈ രണ്ട് മുന്നണികൾ അത് അവർക്ക് വേണ്ടിയല്ലേ ഭരിക്കുന്നത്. അല്ലാതെ സാധാരണ ജനങ്ങളുടെ കാര്യമായിട്ട് പറയാറില്ലല്ലോ. ഇപ്പൊ പറയുന്നത് PDP, SDP തുടങ്ങിയ വർഗീയ സംഘടന ഒന്നും വർഗീയമല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവര് പറയുമ്പോൾ അത് സ്വർഗീയവും മറ്റുള്ളവർ പറഞ്ഞാൽ വർഗീയം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ കേരളത്തെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. നേമത്തെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നതാണ്? നിയമം രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെയാണ് 100%. അതിനപ്പുറം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അതിനകത്ത് 100% ഉറപ്പാണ്. പറയാനുള്ള കാരണം എന്താണ്? രാജീവ് ചന്ദ്രശേഖരിയെ പോലെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ടീം ഇപ്പോ ഈ പറഞ്ഞ യുവജനങ്ങൾ വരെ ഇപ്പൊ കുട്ടികൾ മുതൽ വിദ്യാർത്ഥികൾ മുതൽ ഇങ്ങോട്ടുള്ള യുവജനങ്ങളെല്ലാം നിൽക്കുന്നത് ഇപ്പം രാജീവ് ചന്ദ്രന്റെ ആ ഒരു ഇതിലല്ലേ. അല്ലാതെ ഈ പറഞ്ഞ ഇപ്പൊ എന്ന് പറയുന്ന മറിച്ച് പറയുന്ന ശിവൻകുട്ടിയിലൂടെ നിൽക്കാൻ പറ്റുമോ? ഇപ്പൊ ശബരിനാഥൻ അരുവിക്കര എന്നിട്ട് അവിടെ നിന്ന് പലായനം ചെയ്തു വന്നതാണ്. അവിടെ അച്ഛന്റെ തണലിൽ നിന്ന് ഒരു പ്രാവശ്യം MLA ആയി. അച്ഛൻ മരിച്ചോടനെ MLA ആയി. അത് കഴിഞ്ഞിട്ട് 5 വർഷം നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ തിരിഞ്ഞു നോക്കാതെ ഞങ്ങളുടെയൊക്കെ അരുവിക്കര മണ്ഡലത്തിൽ നിന്ന് വന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ തിരിഞ്ഞു നോക്കാതെ വന്നപ്പോ അവിടെ നിന്ന് പലായനം ചെയ്താണ് ഈ പറഞ്ഞ നിയമത്തേക്ക് വന്നത്. 100% മാറ്റം ഞങ്ങളിൽ 100% രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അതിനകത്ത് വേറെ ഒരു മാറ്റം അതിനകത്ത് വരാനില്ല. അമ്മ പേരെന്തായിരുന്നു? എന്റെ പേര് ഭവാനി അമ്മ. എവിടെ വീട് എവിടെയാണ്? നേമം മണ്ഡലത്തിൽ തന്നെയാണോ? ഇവിടെ തന്നെയാണല്ലോ. ഇത്തവണ എങ്ങനെയാണ് ഇവിടെ സാധ്യത? എങ്ങനെയാണ്? എല്ലാരും ജയിക്കണമെന്നുണ്ട്. ആര് ജയിക്കണോ അത് രാജീവ് ചന്ദ്രശേഖറിന് സാധ്യതയുണ്ട് ഇവിടെ. അത് സാധ്യതയുണ്ട്. BJP ജയിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെ. ഉറപ്പാണ്. കാരണം എന്താ അമ്മ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? എല്ലാരും നമ്മളവിടെ എല്ലാരും അത് തന്നെ. എല്ലാവർക്കും താല്പര്യം അദ്ദേഹത്തോടാണോ? BJP താല്പര്യം BJPയോടാണോ നേമത്ത്? അങ്ങനെയാണോ? അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ ആളുകളാണ് ഈ SDPയുടെ പ്രവർത്തകർ. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഈ CPM അവരുമായിട്ടൊരു സഖ്യം ചേരുന്ന സമയത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നൊരു നിലപാട് ഏത് രീതിയിലാണ് ഈ CPM-നോടുള്ള ഒരു നിലപാട് ജനങ്ങൾ എടുക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ജനങ്ങൾ ഒരു വിലയിരുത്തൽ നടത്തും. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു അവസ്ഥയിൽ എന്തായാലും പ്രതികൂലമായിരിക്കും ജനങ്ങളുടെ പ്രതികരണം. ഇപ്പോൾ ഈ അഭിമന്യുവിനെ പോലെയുള്ള നിരവധി ആളുകൾ ഈ രക്തസാക്ഷികളായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഈ CPM എന്ന് പറയുന്നത്, CPM-ന്റെ സംവിധാനങ്ങൾ. അപ്പോൾ ഈ അഭിമന്യുവിൻ്റെ അമ്മ, അച്ഛൻ അടങ്ങുന്ന കുടുംബാംഗങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ തങ്ങളുടെ മകനെ കൊലപ്പെടുത്തിയ ആളുകൾക്ക് കൂട്ടുനിൽക്കുന്ന, അവർക്കൊപ്പം നിൽക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് CPM മാറുന്ന സമയത്ത് അവര് ഏത് രീതിയിലായിരിക്കും ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇനി മുതൽ കാണുക? ഇവരിൽ നിന്ന് വിട്ട് അകലും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ CPM-ലെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ എല്ലാവരുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു മൂന്നാം മുന്നണിയായിട്ടുള്ള NDA-യിലേക്കാണ്. NDA എന്തായാലും ശരി ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇപ്രാവശ്യം നടത്തിയിരിക്കും. ഉറപ്പാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് BJP വലിയ പ്രതീക്ഷ വെക്കുകയാണ്. തിരുവനന്തപുരം A+ മണ്ഡലങ്ങൾ, തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ അല്ലെങ്കിൽ ആറ്റിങ്ങലടക്കം BJP A+ മണ്ഡലങ്ങളായിട്ട് കാണുന്നു. അപ്പോൾ ഇവിടെ ഈ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ഘട്ടങ്ങളിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. BJP A+ മണ്ഡലമാണെന്നൊക്കെ പറയുകയും അവസാനം പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ ജയിക്കുമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ജയിക്കും എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഭരണവിരുദ്ധ വികാരങ്ങളെ അതൊരു അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. പിന്നെ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ NDA മൂന്നാം മുന്നണി വരണമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അത് എന്തു വന്നാലും ശരി അതിലേക്ക് തന്നെ ജയിക്കും. പിണറായി വിജയൻ സർക്കാരിന് 100-ൽ എത്ര മാർക്ക് കൊടുക്കും? പിണറായി സർക്കാരിന് എൻ്റെ അഭിപ്രായത്തിൽ 100-ലെ 10-ൽ താഴെ മാത്രമേ മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ.
അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ ഒരു പ്രോഗ്രാമിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ഒരാൾ ചോദിച്ച സമയത്ത് അവരുടെ തന്നെ ഒരു പ്രവർത്തനമാണ് അത് വീട്ടിൽ പോയി ചോദിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഉള്ളൊരു നിലപാടെടുക്കുന്ന ഒരു നേതാവ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണോ? ആദ്യമാണ്. നമ്മൾ ഈ പറയുന്ന CPM-ന്റെ തന്നെ നയനാർ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഭരിച്ചൊരു നാടാണ്. അദ്ദേഹത്തിൻ്റെ ലാളിത്യം അല്ലെ നിറഞ്ഞ ഒരു ജീവിതം അതൊക്കെ ഇവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാതൃകയാക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം തന്നെയാണ് ഇപ്പോൾ CPM-ന് ഇത്രയും മാത്രം അധപതനം ഈ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.